കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. അപ്പോൾ ഈ പേരിനകത്ത് ഏതെങ്കിലുമൊക്കെ പേര് കൽക്കി സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലായി കാണുമല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൽക്കി സിനിമ കണ്ടിട്ട് ഇവിടെ സ്റ്റെപ്പിന്റെ മണ്ടക്കേറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ്, ഏത് സംസ്ഥാനത്തിരുന്നാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്? നമ്മളങ്ങ് ഗുജറാത്തിൽ ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യെസ്, ഏത് തിയേറ്റർ? രാജൻ സിനിമാസ്. രാജൻ സിനിമാസ്. ഈ തിയേറ്ററിന്റെ കാര്യം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ രാജൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് അവർ ഐമാക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ എപ്പോഴെങ്കിലും കൊണ്ടുപോയി നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിന്റെ കാര്യമല്ല, ഗുജറാത്തിൽ സൂറത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയാം അല്ലേ. സിനിമ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് റിവ്യൂ ഒക്കെ കണ്ട് ഇപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ സിനിമയെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല റിവ്യൂ ആണെങ്കിൽ പോയി കാണാം എന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു തിയേറ്ററിൽ കയറിയിട്ട് കാണാനുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സിനിമ. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങി, എന്തൊക്കെയാണ് സിനിമയുടെ പോസിറ്റീവ്? ആദ്യം ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തിയേറ്റർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ എന്നൊക്കെ പറയാം നമ്മുടെ ഏരീസിലോ രേവതിയിലോ ഒക്കെ പോയി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിവിടെ ഏത് തിയേറ്ററിൽ പോയാലും കിട്ടത്തില്ല കേട്ടോ. അതാണ്, തിയേറ്റർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അവസാനം പറയാം. ഓക്കെ, സിനിമയെക്കുറിച്ച് പറയാം. അപ്പോൾ വിഷ്വൽ എഫക്ട്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ടോപ്പ് നോച്ച്. അതായത് ഇതുവരെ നമ്മൾ ഈ ഹോളിവുഡ് സിനിമകൾ കണ്ട് ശീലിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമകൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു നമ്മുടെ ശങ്കറൊക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. എന്തിനും റോബോയും ഒക്കെ നമ്മൾ കണ്ടുള്ളതാണ് ഒരുപാട് സിനിമകൾ. ഇപ്പോൾ ബാഹുലി ആണെങ്കിലൊക്കെ VFX ഒക്കെ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഗംഭീരമായിട്ട് തന്നെ അത്തരം സിനിമകളോട് തന്നെ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എന്തിനൊക്കെ പോലുള്ള സിനിമകൾ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ എടുത്തു വെച്ച ഒരു സിനിമ തന്നെയാണ് ഹാറ്റ്സ് ഓഫ് ടു നാഗ് ചൈതന്യല്ലോ. അയ്യോ, ചേട്ടൻ്റെ പേര് മറന്നുപോയി. അയ്യോ ഡയറക്ടറെ, അണ്ണം വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും കോടി മുടക്കി ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇവർ ഇതിൻ്റെ ഒരു ഔട്ട് കാണുമല്ലോ. അപ്പോൾ ആ സമയത്ത് കുറേ കാര്യങ്ങൾ ഇവർ ഒന്നും കൂടെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് നിനക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ന്യൂട്രൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. വലിയൊരു ആകാംക്ഷയൊന്നും എനിക്ക് തോന്നിയില്ല. യെസ്, ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ലാഗ് വരുന്നുണ്ട്. ഈ പ്രഭാസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലേ, പ്രഭാസ് സിനിമയിൽ വേറൊരു എന്താ പറയുക, ഒരു കിടിലം അല്ലേ, ഒരു റൊമാൻറ്റിക് ഹീറോ പ്ലസ് ഒരു മോൺസ്റ്റർ ലെവൽ രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഈ റൊമാൻറ്റിക് സൈഡ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് അല്ല, റൊമാൻറ്റിക് പ്ലസ് കോമഡി, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു നല്ല ഹാപ്പി ഫേസ് എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു പ്രഭാസിന് എനിക്ക് തോന്നുന്നു തെലുഗു ഓഡിയൻസിന് വേണ്ടി എടുത്തു വെച്ചേക്കാൻ തോന്നുന്നു കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഭയങ്കര അരോചകമായിട്ടാണ് തോന്നിയത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഉപയോഗശൂന്യത പല സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ സിനിമയിൽ നന്നായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്കാവുന്നുണ്ട്, പക്ഷേ ഒരുപാട് സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്യാതെ വിടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി പല സ്ഥലത്തും നഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇത് കണ്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ആവേശം കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവരത് കട്ട് ചെയ്തിട്ട് അടുത്ത സീനിലേക്കുള്ള ട്രാൻസിഷൻ വരും. അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു പ്രേക്ഷകരുടെ ആ ഒരു സ്പിരിറ്റ് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ മറ്റേ പെൺകുച്ചു വന്നായിരുന്നല്ലോ, ദിശ പട്ടാനി, ഒരു എന്താ പറയുക, നമുക്കൊന്നും ഒരു അട്രാക്ഷൻ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന് തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനകത്ത്, വലിയ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിൽ ഗംഭീരമായിട്ട് തോന്നിയേ? എനിക്ക് നമ്മുടെ അമിതാഭ് ബച്ചൻ സാറിന്റെ 81ാമത്തെ വയസ്സിൽ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല. എന്റെ മോനെ, ഈ പ്രായത്തിലും പുള്ളിയുടെ അത് എങ്ങനെയാണ് അത്രയും വർക്ക്ഔട്ട് ചെയ്ത് എടുത്തെന്നുള്ള കാര്യം അറിയത്തില്ല. ഇപ്പം ആ ഒരു ഹൈറ്റിന്റെ അത്രയും ഹൈറ്റ് കൂട്ടിയിട്ട് പോലും നമുക്കൊരു എന്താ പറയാ, ഒരു നോർമൽ പേഴ്സൺ ആ ഒരു രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ഒരു VFXന്റെ ഒരു എന്താ പറയാ, അങ്ങനെ ഒന്നും ഇല്ലാത്ത വളരെ 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 ഗംഭീരം. അമിതാഭ് ബച്ചൻ ഈസ് ടോപ്പ്. വേറെ അടുത്താരാ? പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കമലഹാസൻ. അത് എടുത്തു പറയേണ്ട കാര്യം അല്ലേ. കമലഹാസൻ എന്താ പറയാ, ഒരു ഡീമൻ അല്ലേ, ഒരു എന്താ പറയാ, ഒരു മോശം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പവർഫുൾ ഫീലുള്ള ഒരു വില്ലൻ അല്ലേ, അത് കിട്ടുന്നുണ്ട്. പക്ഷെ അത് പറയുന്ന സമയത്ത് പോലും നമുക്ക് നെഗറ്റീവായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സ് ഒന്നും നമ്മളിലേക്ക് അടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു ഫാൻറ്റസി ലെവലിൽ ഇരുന്നാണ് സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു തീർക്കുന്നത്. നമുക്ക് ഒരു രീതിയിലും അങ്ങോട്ട് അറ്റാച്ച് ആവുന്നില്ല. പല സങ്കടകരമായിട്ടുള്ള സീൻ വരുമ്പോൾ പോലും, പ്രത്യേകിച്ച് ദീപിക പദുകൊണ്ടാണ് എടുത്തു പറയണം കേട്ടോ, അതിലേക്ക് വരാം. അപ്പോൾ എന്നാൽ പോലും നമുക്കൊന്ന് കണ്ണീര് വരികയോ, പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ ഇട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കുറേ ആൾക്കാരെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ സീനുകളൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു വികാരം ഒന്നും അങ്ങോട്ട് പൊട്ടുന്ന രീതിയിൽ കരയുന്നതായിട്ടോ ഒന്നും അങ്ങനെ തോന്നുന്നില്ലല്ലേ? നീയൊക്കെ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് സിനിമ കാണുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. അയ്യോ, നമ്മൾ ചില ഇങ്ങനത്തെ സീനുകൾ കാണുമ്പോൾ നമ്മൾ തന്നെ അയ്യോ എന്നൊരു സംഭവം അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയില്ല. യെസ്, അപ്പം അങ്ങനത്തെ നമ്മളെ അങ്ങോട്ട്
പൂർണ്ണമായിട്ടും അതായത് ഇമോഷണലി ടച്ചാണ്. ഈ രാജമൗലിയൊക്കെ ചെയ്യുന്നൊരു കാര്യം അതാണ്. രാജമൗലിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇമോഷണലി പിടിച്ചിരുത്തും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് യൂസ് ചെയ്യും, ഭയങ്കര വൈഡ് ഷോട്ട് കാണിക്കും. അങ്ങനെയുള്ള കുറേ അധികം ഗിമ്മിക്സുകളൊക്കെ നമ്മുടെ രാജമൗലിയുടെ കയ്യിലുണ്ട്. പുള്ളി ഈ സിനിമയ്ക്കകത്തുണ്ട്, അത് വേറെ കാര്യമല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സിനിമ ശരിക്കും പറഞ്ഞൊരു പരാജയമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ പ്രഭാസിൻ്റെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പിടിച്ചിരുത്തൽ ഇല്ലായ്മ അല്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ സിനിമ ഭയങ്കരമായിട്ട് പുറകോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ അന്നാബെൻ, ശോഭന തുടങ്ങിയ ആൾക്കാരൊക്കെ സിനിമ ഉണ്ടായിരുന്നു. ശോഭനയൊക്കെ പറന്നടിക്കുന്നുണ്ടല്ലേ. നമ്മളൊക്കെ ഒരു കാലഘട്ടം നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമ നടിമാരൊക്കെ ഇതുപോലെ ആക്ഷൻ ചെയ്യണമെന്നൊക്കെ. എന്തായാലും കുറച്ച് സീൻ ഉണ്ടെങ്കിൽ പോലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കിടിലം സീനാണ്. പിന്നെ അന്നാബിൻ്റെ കാര്യം പറഞ്ഞാൽ അന്നാവ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദീപികയായിട്ടൊരു സ്ക്രീൻ പ്രസൻസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ, അത് ഈ ഒരു തുടക്ക സമയത്ത് തന്നെ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ. പക്ഷേ ഈ അന്നാബൻ ഇങ്ങനെ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്, അത് സിനിമയുടെ പോസ്റ്റർ വന്ന സമയത്ത് തന്നെ അതിന് ട്രോൾ ഉണ്ടായിരുന്നു. ആ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ സ്ക്രീൻ പുറകിട്ടിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഈച്ച, ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് എടുത്തറിയാവുന്നുണ്ട്. പക്ഷേ അന്നാബൻ്റെ ആ ഒരു ലുക്കും പ്രസൻസും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര രസമായിരുന്നു അല്ലേ. അവര് തമ്മിലുള്ള കോംബോ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു സ്ക്രീനിൽ. യെസ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പിന്നെ 3D സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ 3D സിനിമ കാണാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഈ തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വലിയൊരു സ്ക്രീനായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ഷൻ ഭയങ്കര മോശമായിരുന്നു അല്ലേ. സ്മിത ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലേ, ഭയങ്കര ഡള്ളായിട്ട് തോന്നുന്നു. ആദ്യം തന്നെ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുമായിരുന്നു. യെസ്, അതായത് നല്ല പ്രൊജക്ഷൻ മോശമായിരുന്നു തിയേറ്ററിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ടാണ്. പിന്നെ നമ്മൾ ഈ 3D ഗ്ലാസ് വയ്ക്കുമ്പോഴത്തേക്കും ലൈറ്റ് എഫിഷ്യൻസിയുടെ പെർസെൻറ്റേജ് നന്നായിട്ട് കുറയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് പിന്നെ ഇരുട്ട് വരും. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഇങ്ങനെ ഊരിയിട്ട് കുറച്ചേരം സ്ക്രീനിൽ നോക്കിയിരിക്കും, അത്ര ഇറിറ്റേഷൻ തോന്നുമായിരുന്നു. യെസ്. അപ്പോൾ നിങ്ങൾ 3D സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള തിയേറ്ററുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നിങ്ങൾ മുമ്പ് സിനിമ കണ്ടുള്ള നിങ്ങളുടെ തിയേറ്ററുകളൊക്കെ അടുത്തുള്ള തിയേറ്ററുകളൊക്കെ അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ നല്ല ബ്രൈറ്റ് പ്രൊജക്ഷൻ ഉള്ള തിയേറ്ററുകളിൽ പോയി കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ 3D കാണുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങളും 3Dയാണ് കണ്ടത്, ഹിന്ദിയാണ് കണ്ടത്, ഗുജറാത്താണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2D കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് ഇത്രയും ഗംഭീര വിഷ്വൽസ് നമുക്കത് അതിൻ്റെ ആ ഒരു രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ 3D കാണുവാണെങ്കിൽ ബ്രൈറ്റ്നസ് നല്ല ഉള്ള തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലോട്ട്, സ്ക്രിപ്റ്റ് അല്ലേ, വേറെ ലെവൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് ഹനുമാൻ എന്ന് പറഞ്ഞ ഒരു ഓവർ റേറ്റഡ് സിനിമ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ തന്നെ പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ കാണിച്ചു വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആ ഒരു ഭക്തി എടുത്ത് ഇട്ട് BGM കയറ്റി അതിട്ട് വെറുപ്പിക്കുക. പക്ഷേ ഇതിനകത്ത് ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട്, അതായത് നമ്മുടെ ആ ഒരു പാസ്റ്റ്, അതായത് ഇപ്പോൾ മഹാഭാരതം എന്ന് പറഞ്ഞ ആ ഒരു പ്ലോട്ടും ഇവിടെ ഫ്യൂച്ചറും, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത്, അതായത് ഈ കലിയുഗം അവസാനിക്കുക എന്ന് പറയുന്നത് ഈ കലിഭഗവാൻ വരുമ്പോഴാണല്ലോ. അപ്പം ബാക്കി സ്പോയിലറിലേക്കൊന്നും കളക, എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ. അപ്പം ആ ഒരു പ്ലോട്ട് കറക്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് വേറെ ലെവല്. പിന്നെ ആ ഒരു ചരിത്രപരമായിട്ട് നിനക്ക് കുറച്ചൊരു ചരിത്രമൊക്കെ അറിയാവുന്നതല്ലേ, പറയൂ എന്താണ് ചരിത്രം, ആ ഒരു വിഷ്വൽസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ അടിപൊളി തന്നെയായിരുന്നു. ആദ്യം തന്നെ തുടക്കം കാണിക്കുന്ന ആ ഒരു സീൻസിലൂടെ ഒക്കെ തന്നെ നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് അടിപൊളിയായിരുന്നു. യെസ്. നമ്മുടെ ഉത്തരയല്ലേ, അമ്പൈ എന്നല്ലേ. യെസ്. ആ ഒരു അവിടം തൊട്ട് പിന്നെ അങ്ങോട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ശാപം ഇതിനകത്ത് എടുത്തു പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. പക്ഷെ അതിനകത്ത് അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കയറ്റി വെക്കേണ്ടായിരുന്നു. അതായത് ഈ കൃഷ്ണൻ പറയുന്നുണ്ട് നിന്റെ കൂടെ ഹനുമാൻ ഭഗവാനുണ്ട്, ഞാനുണ്ട്, അങ്ങനെ അത്രയും ശക്തികളുണ്ട്. അത്രയും ശക്തികളുണ്ടായിട്ട് പോലും നിനക്ക് എതിർത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു എതിരാളിയാണ് നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കേട്ടോ. ചിലപ്പോൾ മലയാളത്തിൽ നിങ്ങൾ ഡബ്ബ് കണ്ടപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞത്. എന്തായാലും അർത്ഥം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കൃഷ്ണൻ്റെ ഒരു രൂപം കാണിക്കുന്നുണ്ട്. അത് കുറച്ച് VFX ആണെങ്കിൽ പോലും അതിനകത്ത് ആ ഒരു അത് വേറെ ഒരു കുറച്ചുകൂടി ഒരു പവർ ആയിരുന്നു ആ ഒരു സീനിനൊക്കെ. യെസ്. പിന്നെ ഈ കർണൻ ഫാൻസും അതുപോലെ തന്നെ അർജുനൻ ഫാൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ഇവർ തമ്മിൽ ആരാണ് ഏറ്റവും പവർഫുൾ എന്നുള്ളത്. കർണൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു, ഇപ്പുറത്ത് 3-4 പവർഫുൾ ശക്തികളാണ് അർജുനന്റെ കൂടെ ഉള്ളത്. അത് വേറെ കാര്യം. കർണൻ വേറെ ലെവലാണല്ലേ. പിന്നെ കർണൻ, ആ ഭൈരവ, ഈ രണ്ട് കണക്ഷൻ അതെങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചുരുളറിയാത്ത രഹസ്യമാണ്. എന്തായാലും കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി അടുത്ത പാർട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കമലഹാസന് പറഞ്ഞല്ലോ ആ ഒരു ഡീമൻ അപ്പിയറൻസ്, കുറച്ച് സീനാണെങ്കിൽ പോലും അടിപൊളിയായിരുന്നു അല്ലേ. സെക്കൻഡ് പാർട്ടി പുള്ളിയായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഞാൻ ഈ ഇപ്പം ഞങ്ങൾ കണ്ട സമയത്ത് നമുക്ക് ഇതൊക്കെയാണ് കുറച്ചൊന്ന് പുറകിലോട്ട് വലിച്ച കാര്യങ്ങൾ. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി, ടോപ്പ് നോച്ച്, നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയ, അതായത് ഒരു മാർവൽ സിനിമയൊക്കെ കാണുന്ന പോലെ. ഇപ്പോൾ
മാഡ് മാക്സ്, അതുപോലെ തന്നെ ഡ്യൂണ്, ഇങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സിനിമ എന്തായാലും നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാര്യം ആ ഒരു രീതിയിൽ തന്നെ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ അധികം സിനിമകളുടെ നമ്മുടെ ഇപ്പോൾ വക്കാണ്ട ഫോർ എവറിനകത്ത് ആ ഒരു ഷീൽഡ് പൊട്ടിച്ച് അകത്തേക്ക് കയറുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ. അതുപോലെ കുറേ അധികം ഇംഗ്ലീഷ് സിനിമകളുടെ ഒരു ഇൻസ്പിറേഷൻ ഈ ഒരു സിനിമയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ നാഗ്, അണ്ണൻ്റെ പേര് നാഗിൻ്റെ ബാക്കി ഞാൻ മറന്നുപോയി. അപ്പോൾ അണ്ണൻ വിളിച്ചു കേട്ടോ. അണ്ണൻ്റെ ഹേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അണ്ണൻ കാണിച്ചു കൊടുത്താൽ മതി, ഇതാണ് എൻ്റെ പടം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിർത്തിയേക്കാം അല്ലേ? അപ്പോൾ ഗുജറാത്തിൽ നിന്നും സൈനിങ് ഓഫ് നിഫിൻ ആൻഡ് സ്മിത. ബൈ.